പഹൽഗാം ഭീകരാക്രമണത്തിന് കനത്ത തിരിച്ചടി നൽകാൻ സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സായുധ സേനാ മേധാവിമാരുമായുള്ള നിർണായക യോഗത്തിലാണ് തീരുമാനം. പ്രതിരോധ മന്ത്രിയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവും യോഗത്തിൽ പങ്കെടുത്തു. വിവരങ്ങളുമായി ജിഷ്ണു വീണ്ടും ചേരുന്നു. ജിഷ്ണുവിലേക്ക് വരാം. സുപ്രധാനമായ ആ യോഗത്തെക്കുറിച്ചുള്ള റിപ്പോർട്ട് കണ്ട ശേഷം. ഡൽഹിയിൽ 7 ലോക് കല്യാൺ മാർഗിലെ വസതിയിൽ നിർണായക യോഗം ചേർന്നുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിലവിലെ സൈനിക നീക്കങ്ങൾ വിലയിരുത്തിയത്. സൈന്യത്തിന്റെ കഴിവിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ച പ്രധാനമന്ത്രി പെഹൽഗാം ഭീകരാക്രമണത്തിന് കനത്ത തിരിച്ചടി നൽകാനും അതിനുള്ള നടപടികൾ എടുക്കാനും സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൌഹാൻ, കര, വ്യോമ, നാവികസേനാ മേധാവിമാരുമാണ് യോഗത്തിൽ പങ്കെടുത്തത്. അതിർത്തിയിൽ യുദ്ധസമാനമായ തയ്യാറെടുപ്പുകൾക്കൊപ്പം രാജ്യത്തെ പ്രധാനപ്പെട്ട നഗരങ്ങളിലും സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. ആഭ്യന്തര മന്ത്രാലയത്തിൽ വകുപ്പ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലും ഉന്നതതല യോഗം ചേർന്നു. BSF, CRPF, CISF മേധാവിമാർ യോഗത്തിൽ പങ്കെടുത്തു. ഭീകരാക്രമണത്തെ തുടർന്ന് ഡൽഹിയിൽ പ്രതിരോധ മന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും സാന്നിധ്യത്തിൽ തുടർച്ചയായി യോഗങ്ങൾ ചേരുന്നുണ്ട്. നാളെ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ വീണ്ടും മന്ത്രിസഭയുടെ സുരക്ഷാകാര്യ സമിതി യോഗം ചേരും. ഭീകരവാദികൾക്കും ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്നവർക്കും ഒരിക്കലും മറക്കാനാകാത്ത തിരിച്ചടി നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിരുന്നു. ജനം, ഡൽഹി. ജിഷ്ണു കൃഷ്ണനൊപ്പം ചേരുന്നു. ജിഷ്ണുവിന്റെ റിപ്പോർട്ടിലെ അവസാന വരി, എവിടെ പോയി ഒളിച്ചാലും സങ്കല്പിക്കാനാവാത്ത തിരിച്ചടി നൽകുമെന്ന് പ്രധാനമന്ത്രി ദിവസങ്ങൾക്ക് മുന്നേ പറഞ്ഞിരുന്നു. അത് ആവർത്തിക്കുന്നു ഇന്നത്തെ യോഗത്തിലും. നിങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം തരുന്നു. സമയം, രീതി, ലക്ഷ്യമൊക്കെ സൈന്യത്തിന് തീരുമാനിക്കാം, അല്ലേ? കൃഷ്ണാജി, തീർച്ചയായും സൈന്യത്തിന് പൂർണ്ണ അധികാരം നൽകിക്കൊണ്ട്, സ്വാതന്ത്ര്യം നൽകിക്കൊണ്ടാണ് ഇന്നത്തെ യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിച്ചതെന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. പെഹൽഗാം ഭീകരാക്രമണത്തിന് രാജ്യം കനത്ത തിരിച്ചടി നൽകുമെന്നുള്ളത് സർക്കാർ എടുത്തിട്ടുള്ള ദൃഢനിശ്ചയമാണ്. അതുകൊണ്ട് ആ തിരിച്ചടി ഏത് രീതിയിലായിരിക്കണം, ഏത് സമയത്തായിരിക്കണം, അതിന്റെ സാഹചര്യം എന്തായിരിക്കുമെന്നുള്ളത് സൈന്യത്തിന് തീരുമാനിക്കാം എന്നുള്ളതാണ് പ്രധാനമന്ത്രി യോഗത്തിൽ പറഞ്ഞതെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഡൽഹിയിൽ പെഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം നിർണായകമായിട്ടുള്ള നിരവധി യോഗങ്ങൾ ചേർന്നിരുന്നു. പ്രതിരോധ മന്ത്രിയുടെ നേതൃത്വത്തിൽ, ആഭ്യന്തരമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇടവിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ കാര്യങ്ങൾ വിലയിരുത്തുകയും ചെയ്തു. ഇന്ന് ചേർന്നിട്ടുള്ള നിർണായകമായ യോഗത്തിലാണ് പെഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടി നൽകാൻ സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുന്ന ആ തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത്. ആ യോഗത്തിൽ പങ്കെടുത്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, കൂടാതെ സംയുക്ത സേനാ മേധാവിയും ജനറൽ അനിൽ ചൌഹാൻ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, കൂടാതെ നമ്മുടെ 3 സായുധ സേനകളുടെയും കര, വ്യോമ, നാവിക സേനകളുടെയും മേധാവിമാരുമാണ്. അത്തരത്തിൽ അത്രയും നിർണായകമായ യോഗമാണ് ഇന്ന് ചേർന്നിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിട്ടുള്ള യോഗങ്ങളുടെയും വിലയിരുത്തലുകളുടെയും ഏറ്റവും ഒടുവിൽ ചേർന്ന യോഗം എന്ന് നമുക്ക് ഇന്ന് വൈകിട്ട് ചേർന്നിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഡൽഹിയിലെ 7 ലോക് കല്യാൺ മാർഗിൽ ചേർന്നിട്ടുള്ള യോഗത്തെ വിലയിരുത്താൻ സാധിക്കും. ആ യോഗത്തിൽ പ്രധാനമന്ത്രിയുടെ വാക്കുകൾ തന്നെ പെഹൽഗാം ഭീകരാക്രമണത്തിന് കനത്ത തിരിച്ചടി എന്നുള്ളത് ദൃഢനിശ്ചയമാണ്. ആ ദൃഢനിശ്ചയം എങ്ങനെ നടപ്പാക്കണം, തിരിച്ചടി ഏത് രീതിയിലായിരിക്കണം, അത് ഏത് സമയത്ത് നൽകണം, അതിന്റെ സാഹചര്യം, നീക്കങ്ങൾ എന്തായിരിക്കണം എന്നുള്ളത് സൈന്യത്തിന് തീരുമാനിക്കാം എന്നുള്ളതാണ് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ഒപ്പം നിലവിലെ സൈനിക നീക്കങ്ങൾ സംബന്ധിച്ചും പ്രധാനമന്ത്രി വിലയിരുത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്. അതിർത്തി മേഖലയിൽ യുദ്ധസമാനമായിട്ടുള്ള തയ്യാറെടുപ്പുകൾ ഇതിനോടകം തന്നെ ഭാരതത്തിന്റെ സൈന്യം നടത്തിയിട്ടുണ്ട്. കര, വ്യോമ, നാവിക സേനകൾക്ക് ദിവസങ്ങൾക്ക് മുൻപ് ചേർന്ന സുരക്ഷാ കാര്യസമിതി അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. തീർച്ചയായും ഇനി മുൻപോട്ട് ഈ പെഹൽഗാമിൽ വീണ ചോരയ്ക്ക് ഏത് രീതിയിലുള്ള മറുപടിയായിരിക്കും രാജ്യത്തിന്റെ സൈന്യം, ധീര ജവാന്മാർ നൽകുക എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. തീർച്ചയായും നയതന്ത്ര തലത്തിലും സൈനിക തലത്തിലും ഇതിനോടകം പാകിസ്ഥാനെയും ഭീകരവാദികളെയും വരിഞ്ഞു മുറുക്കുന്ന നടപടികൾ, അതായത് ഭീകര ശക്തികളെയും ഭീകരവാദത്തിന് പിന്തുണ നൽകുന്ന നമ്മുടെ അയൽ രാജ്യത്തിനെയും പ്രതിസന്ധിയിലാക്കുന്ന, പ്രതിരോധത്തിലാക്കുന്ന നിരവധി തീരുമാനങ്ങളും നടപടികളും ഇതിനോടകം ഭാരതം സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് നയതന്ത്ര തലത്തിൽ പാകിസ്ഥാൻ പൗരന്മാരെ ഭീകരാക്രമണത്തിന് കനത്ത തിരിച്ചടി നൽകാൻ സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുന്നു പ്രധാനമന്ത്രി. സമയം, രീതി, ലക്ഷ്യമൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം. വളരെ സുപ്രധാനമായൊരു യോഗത്തിലാണ് ഡൽഹിയിൽ അദ്ദേഹം ഈ നിലപാട് പ്രഖ്യാപിച്ചത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ജിഷ്ണു കൃഷ്ണൻ.